നമസ്കാരം. തെന്നാലി രാമൻ കഥകളിലെ 6-ാമത്തെ കഥ. അന്യദേശത്ത് നിന്ന് വന്ന പ്രശസ്തനായ നർത്തകൻ്റെ പ്രദർശനം. അത് ആസ്ഥാന മണ്ഡപത്തിൽ ആരംഭിക്കാറായി. കാണികൾ നിറഞ്ഞിരുന്ന് നൃത്തങ്ങൾ കാണാൻ വെമ്പൽ കൊള്ളുകയാണ്. ചക്രവർത്തിയുടെ എഴുന്നള്ളത്തിന് അധികം സമയമില്ല. ആ സദസ്സിൽ രാമനില്ല. രാമനെ അകത്ത് കടത്തരുത്. ചക്രവർത്തി ദ്വാരപാലകന്മാരോട് ആജ്ഞാപിച്ചിരുന്നു. അദ്ദേഹത്തിന് വിദൂഷകനോട് അല്പം നീരസം തോന്നിയിരുന്നു. തൽക്കാലത്തേക്ക് മാത്രമായിരുന്നെങ്കിലും. രാജസദസ്സിലെ അംഗങ്ങളോട് ചക്രവർത്തി ഒന്ന് ശട്ടം കെട്ടിയിരുന്നു. രാമനോട് നൃത്തത്തിൻ്റെ കാര്യമേ മിണ്ടരുതെന്ന്. പക്ഷേ രാമൻ അറിയാത്ത വല്ല കാര്യവുമുണ്ടോ? അകത്ത് ചെന്ന് നൃത്തം കാണുക തന്നെ, അതായി അയാളുടെ നിശ്ചയം. അയാൾ ഒരു കൂസലുമില്ലാതെ നടന്നു ചെന്ന് ഗോപുരവാതിൽക്കലെത്തി. ദ്വാരപാലകൻ രാമനെ തടഞ്ഞു. എടോ, ഒരു രഹസ്യം പറയാം. ആരും അറിയരുത് കേട്ടോ. ഞാൻ ആരും കാണാതെ ഒരു മൂലയിൽ പതുങ്ങിയിരുന്നു കൊള്ളാം. മാത്രവുമല്ല, എനിക്ക് കിട്ടുന്നതിൽ പകുതി നിങ്ങൾക്ക് തരികയും ചെയ്യാം. എന്താ, ഇനി എന്നെ കടത്തി വിട്ടുകൂടെ? രാമൻ ചോദിച്ചു. ദ്വാരപാലകൻ രാമൻ്റെ പ്രലോഭനത്തിന് വഴങ്ങി. കിട്ടുന്നതിൽ പകുതി എനിക്ക് തരാൻ മറക്കരുതേ, അയാൾ പറഞ്ഞിട്ട് രാമനെ അകത്ത് വിട്ടു. രാമൻ നാടകശാലയുടെ വാതിൽക്കലെത്തി. അവിടെ മറ്റൊരു ദ്വാരപാലകൻ കാവൽ നിൽക്കുന്നുണ്ട്. അയാളെയും രാമൻ മുമ്പത്തെ പോലെ പ്രലോഭിപ്പിച്ചു. അയാളും ഒരു കരാറിന്മേൽ രാമനെ അകത്തു വിട്ടു. കിട്ടുന്നതിൽ പകുതി തനിക്ക് തരണം എന്ന കരാറിന്മേൽ. രാമൻ നാടകശാലയിൽ കടന്ന് ആളുകളുടെ ഇടയിൽ ചെന്നിരുന്നു. അപ്പോഴാണ് പരിപാടിയെക്കുറിച്ച് അറിവ് കിട്ടിയത്. നൃത്തം, ഗാനം, അഭിനയം എല്ലാമുണ്ട്. ആ കലകളിലെല്ലാം പ്രഗത്ഭനാണ് ആ പരദേശി നർത്തകൻ. അയാൾ ഒരു കാലഘട്ടം അഭിനയത്തിലൂടെ അവതരിപ്പിക്കുകയാണ് ശ്രീകൃഷ്ണൻ്റെ ബാലലീലകൾ. ഗോപികമാരുടെ ഗൃഹങ്ങളിൽ ചെന്ന് വെണ്ണക്കട്ട് തിന്നുകയാണ് ശ്രീകൃഷ്ണൻ. ഒരിക്കൽ ഒരു ഗോപിക മോഷ്ടാവിനെ കണ്ടുപിടിക്കുന്നു. ശിക്ഷയായി അടി കൊടുക്കുന്നു. ശ്രീകൃഷ്ണൻ അടി കൊണ്ടിട്ട് നിന്ന് ചിരിക്കുകയാണ്. കെങ്കേമമായിരുന്നു നർത്തകൻ്റെ അഭിനയം. അഭിനയിച്ചുകൊണ്ട് അയാൾ രാമൻ്റെ അടുക്കലെത്തി. രാമൻ നീണ്ടൊരു വടി കൊണ്ട് നർത്തകൻ്റെ തലയ്ക്ക് ഒരടി. നർത്തകൻ ഇരു കൈകളും കൊണ്ട് തല പൊത്തിപ്പിടിക്കുന്നു. വേദന സഹിക്കവയ്യാതെ അയാൾ മുറവിളി കൂട്ടുന്നു. കാണികൾ അന്ധാളിച്ച് മുഖത്തോടു മുഖം നോക്കുന്നു. ആകെ ഒരു ബഹളം. ഹേ നർത്തക ശിരോമണി, ശ്രീകൃഷ്ണനായി അഭിനയിക്കുകയാണല്ലോ അങ്ങ്. ഗോപികമാരുടെ അടി കൊണ്ടിട്ട് കൃഷ്ണൻ കരഞ്ഞില്ല. എൻ്റെ അടി കൊണ്ട് നിങ്ങൾ കരയുകയും ചെയ്യുന്നു. ഇതെന്ത് അഭിനയം? രാമൻ വിളിച്ചു ചോദിച്ചു. നർത്തകൻ എന്തുത്തരം പറയാനാണ്? സദസ്യർക്ക് രാമൻ്റെ നടപടി ഒട്ടും രസിച്ചില്ല. അതിഥിയായ നർത്തകനെ അടിക്കുക, അതും ചക്രവർത്തിയുടെ തിരുമുമ്പിൽ വെച്ച്. കണ്ടില്ലേ ധിക്കാരം? ചക്രവർത്തിക്ക് രാമനോട് ദേഷ്യം തോന്നി. അദ്ദേഹം ഒരു കൊട്ടാരം ഉദ്യോഗസ്ഥനെ വിളിച്ചു. ഞാൻ ഈ രാമന് വേണ്ടതും അതിലധികവും സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട്. അയാൾ ഒന്നിനൊന്ന് ധിക്കാരിയായി വരികയാണ്. ഇപ്രാവശ്യം എനിക്ക് വേണ്ടി നിങ്ങൾ രാമന് സമ്മാനം കൊടുക്കണം. 12 അടി ചക്രവർത്തി കൽപ്പിച്ചു. ഉദ്യോഗസ്ഥൻ രാമൻ്റെ അടുക്കലേക്ക് ചെന്നു. സമ്മാനത്തിൻ്റെ വിവരം അറിയിച്ചു. അത് വാങ്ങാനായി പുറത്തേക്ക് പോകാനും ആവശ്യപ്പെട്ടു. എനിക്ക് സമ്മാനം വാങ്ങാൻ നിർവാഹമില്ല. കാരണം പകുതി ഒരാൾക്കും പകുതി വേറൊരാൾക്കും ഞാൻ വാഗ്ദാനം ചെയ്തു പോയി. അവർക്കാണ് സമ്മാനം കൊടുക്കേണ്ടത്, രാമൻ പറഞ്ഞു. അപ്പോഴേക്കും അടുത്തു വരുന്ന ചക്രവർത്തി അത് കേൾക്കാനിടയായി. ആരാണ് ആ 2 പേർ? അദ്ദേഹം ചോദിച്ചു. ഒന്ന് ഗോപുരത്തിലെ ദ്വാരപാലകൻ, മറ്റേത് നാടകശാലയിലെ ദ്വാരപാലകൻ. രാമൻ പറഞ്ഞിട്ട് സംഭവം അറിയിച്ചു. ചക്രവർത്തി ദ്വാരപാലകന്മാരെ വരുത്തി. നടന്നതെല്ലാം ശരിക്കും പറയണം, അല്ലാത്ത പക്ഷം നിങ്ങളുടെ തല വീശിക്കളയും, അദ്ദേഹം ഭീഷണിപ്പെടുത്തി. വിരണ്ടുപോയ ദ്വാരപാലകന്മാർ കുറ്റമേറ്റു പറഞ്ഞു. ശരി, രാമന് 12 അടിയല്ലേ നിശ്ചയിച്ചത്? 6 അടി ഒരുവനും 6 അടി മറ്റവനും കൊടുക്കട്ടെ, ചക്രവർത്തി ഉദ്യോഗസ്ഥനോട് കൽപ്പിച്ചു. അടിയേറ്റ് കഴിഞ്ഞപ്പോൾ ദ്വാരപാലകന്മാർക്കൊന്നു തോന്നി, ഇനി ഈ രാമനുമായി യാതൊരു ഇടപാടും വേണ്ട. കിട്ടുന്നതിൽ പാതി സ്വീകരിക്കാമെന്ന് ഏറ്റില്ലേ. പണമോ പണ്ടമോ മറ്റോ ആയിരിക്കുമെന്നാണ് തങ്ങൾ വിചാരിച്ചത്. അടിയായിരിക്കുമെന്ന് സ്വപ്നത്തിൽ കൂടി അറിഞ്ഞിരുന്നില്ല. നന്ദി.